ബലാത്സംഗ കേസിൽ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. ചോദ്യം ചെയ്യലിനോട് രാഹുൽ കാര്യമായി പ്രതികരിച്ചിരുന്നില്ല. ഫോൺ പരിശോധിക്കുന്നതിന് പാസ്വേഡ് നൽകാനും രാഹുൽ തയ്യാറായില്ല. രാഹുലിന്റെ നിസ്സഹരണം അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചേക്കും. സിജോ തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, ഇന്നലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി തെളിവെടുപ്പ് നടത്തിയത്. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ SITയുമായി സഹകരിച്ചിരുന്നില്ല. ചോദ്യങ്ങളോട് ചിരിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത്. സ്വാഭാവികമായി ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും. അപ്പോൾ ഇനിയിപ്പോ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയൊന്നുമില്ലല്ലോ. ഏതായാലും അന്വേഷണവുമായി സഹകരിക്കാത്ത സാഹചര്യമാണല്ലോ. അപ്പം നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും കസ്റ്റഡി എന്തായാലും ഉണ്ടാവില്ല. കാരണം രാഹുൽ ചോദ്യം ചെയ്യലിനോട് പോലും സഹകരിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് കസ്റ്റഡിയിൽ നൽകും. അതിനുശേഷം രാഹുലിനെ റിമാൻഡ് ചെയ്യും. നാളെ രാഹുലിന്റെ ജാമ്യാപേക്ഷ വരുന്ന അനുസരിച്ച് നാളെ കോടതിയിൽ ഹാജരാക്കുകയും മറ്റു തുടർ നടപടികളിലേക്ക് പോവുകയും. എന്തായാലും അന്വേഷണവുമായി ഒട്ടും സഹകരിക്കുന്നില്ല എന്നുള്ളൊരു വിവരം ഈ സംഘം കോടതിയെ അറിയിക്കും. പല ചോദ്യങ്ങൾക്കും രാഹുൽ ചിരിച്ചുകൊണ്ടാണ് മറുപടി നൽകുന്നത്. ചിലതിന് മൗനം പാലിക്കുകയും ചെയ്യുന്നു. ആകെ രാഹുൽ ഒരു കാര്യം സമ്മതിച്ചിരിക്കുന്നത് ഈ 2024 ഏപ്രിൽ മാസം 8-ാം തീയതി രാഹുൽ അതിജീവിത ബുക്ക് ചെയ്തതനുസരിച്ച് ആ ഹോട്ടലിൽ, തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട വിവരം തന്നെയാണ്. രാഹുലിന്റെ പേര് ആ രജിസ്റ്ററിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കോടതി ബോധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുലിന്റെ ഫോൺ പരിശോധന നടത്തുക എന്നുള്ളതാണ്. 2 ഫോണുകൾ രാഹുലിന്റെ ഈ വശത്തു നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ പരിശോധനയിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. രാഹുൽ അതിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നില്ല. അത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്വേഷണ സംഘം അത് ഓപ്പൺ ചെയ്ത് രാഹുലിന് അനുകൂലമായിട്ടുള്ള തെളിവുകൾ അതിൻ്റെ അകത്ത് നശിപ്പിക്കും. അതുകൊണ്ട് താൻ ഒരു കാരണവശാലും അത് പാസ്വേഡ് പറയില്ലെന്നാണ് പറയുന്നത്. അന്വേഷണ സംഘം ഇനി അത് പരിശോധിക്കണമെങ്കിൽ അത് കോടതിയെ സമീപിച്ച് ശാസ്ത്രീയമായ പരിശോധനകളിൽ കോടതിയുടെ അനുമതിയോടുകൂടി പോകട്ടെ എന്നുള്ളൊരു കാര്യമാണ് രാഹുൽ നിലപാടെടുത്തിരിക്കുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ എന്ത് തുടർ നടപടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഈ പരിശോധനകൾക്ക് വേണ്ടിയുള്ള അപേക്ഷ സ്വാഭാവികമായും ഇന്ന് അന്വേഷണ സംഘം കൊടുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു ലാപ്ടോപ്പ് കണ്ടെത്തേണ്ടതുണ്ട്. ഈ ലാപ്ടോപ്പിൽ നിർണായകമായ ചില വിവരങ്ങൾ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും ഈ നടപടികൾ അതിവേഗം തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. രാഹുലിന് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ള നിലപാട് തന്നെയായിരിക്കും അന്വേഷണ സംഘം കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്യുക. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡി കാലാവധിക്ക് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഏതായാലും ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു സാധ്യത ഒന്നും ഇല്ലെന്നാണ് സിജോ വിജോൺ റിപ്പോർട്ട്